അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കരുത്, ധിക്കാരങ്ങളെ കാണിച്ചുകൊണ്ട് നടക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ വികാരമുള്ളവരാണ്, മോഹങ്ങളുള്ളവരാണ്, ആഗ്രഹങ്ങളുള്ളവരാണ്. പക്ഷേ ഇതെല്ലാം പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, നിന്നെ പോലെ നടന്നിരുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾക്ക് ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ ആരായിരിക്കണമെടാ പൊന്നുമോനെ? ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? എന്തുകൊണ്ടാണ് അവന്റെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട്, എടാ നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ, അല്ലാഹു നിനക്ക് രണ്ട് സ്വർഗമാണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്ന് അതാ മയ്യത്ത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അവന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഉമർ തങ്ങൾ പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അതിന്റെ കാരണം എന്തെന്നറിയുമോ? 5 വഖത്ത് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ കാണുമായിരുന്നു. ഒരു നേരമല്ല, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് ഉമർ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവരെ, ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. പടച്ചവനെ, പള്ളിയിൽ നിന്ന് തനിച്ചിങ്ങനെ രാത്രിയുണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ നാട്ടിലെ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, ഈ ചെറുപ്പക്കാരനെ വല്ലാതെ പ്രണയിക്കുന്ന, മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. അതാ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് അതാ ഇടവഴികളിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ ചാരത്തേക്ക് അതാ രാത്രിയിൽ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണ് പറയുന്നു, എടാ പൊന്നുമോനെ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നോട് വല്ലാത്ത മോഹമാ. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ സുന്ദരിയായ പെണ്ണ് യാചിക്കുകയാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുമോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? ആരും കാണില്ലടാ. പടച്ചവനെ, നടന്നു പോകുന്ന വഴിയിൽ പാതിരാത്രി പിടിച്ചു നിർത്തിയിട്ട് ഒരു സുന്ദരിയായ പെണ്ണൊരു ചുംബനത്തിന് വേണ്ടി, ഒരു സുഖത്തിന് വേണ്ടി യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തിനാ കരയുന്നതെന്നറിയുമോ? അല്ലാ ഖസറ ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ നരകത്തിന്റെ അവകാശിയായല്ലോ അല്ലാ, മുത്തുനബി കിടക്കുന്ന സ്വർഗം ഞാൻ കളഞ്ഞല്ലോ അല്ലാ. ഒരു സുന്ദരിയായ പെണ്ണാരും കാണാതെ തന്റെ മാറിടത്തിലേക്ക് ചാരി നിർത്തിയിട്ട് അവിടെ നിന്നൊരു ചുംബനം ചോദിക്കുമ്പോ, അവിടെ നിന്ന് സ്നേഹിക്കാൻ പറയുമ്പോ പടച്ചറപ്പിനെ കുറിച്ച് ഭയന്നുകൊണ്ട്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് അവിടെ നിന്ന് ബോധം കെട്ട് താഴെ വീഴുകയാ. പടച്ചവനെ, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ ആരോ
അവസാനം അതിലൂടെ നടന്നു വന്നവര് ഈ ചെറുപ്പക്കാരനെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവേ, പ്രായം ചെന്ന പിതാവിന്റെ മുന്നിലേക്ക് തന്റെ പൊന്നാര മകന്റെ ചലനമറ്റ ശരീരം കൊണ്ടുവന്ന് കിടത്തുകയാ. അവസാനം അവിടെ നിന്ന് ബോധം വന്നു. വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നു. വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ, സ്വർഗം നഷ്ടപ്പെട്ടു പോയി, ഞാൻ വ്യഭിചരിച്ചു വാപ്പാ, ഞാൻ വ്യഭിചരിച്ചു വാപ്പാ. പടച്ചവനെ അവിടെ നിന്ന് ചോദിക്കുന്നു, എന്തേ പൊന്നുമോനെ സംഭവിച്ചത്? വാപ്പാ, നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ. നടന്നത് മുഴുവനും പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോ പിതാവ് പറഞ്ഞു, നീ കരയല്ലേ, എന്തിനാ മോനെ നീ കരയുന്നത്? നീ പാപം ചെയ്തില്ലല്ലോ, ആ പെണ്ണ് നിന്നെ ഇങ്ങോട്ട് കയറി പിടിച്ചതല്ലേ, നീ അങ്ങോട്ട് കയറി പിടിച്ചതല്ലല്ലോ. എന്റെ മോൻ അല്ലാഹുവിനെ പേടിയുള്ളവനല്ലേ, അതുകൊണ്ടല്ലേ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് പിടഞ്ഞു വീണത്. അതുകൊണ്ട് എന്റെ മകന്റെ ഭാഗത്ത് തെറ്റില്ല, എന്റെ പൊന്നുമോന്റെ ഭാഗത്ത് തെറ്റില്ല. വാപ്പ സമാധാനിപ്പിക്കുകയാ. പക്ഷേ നിലവിളിയാണ്, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിയാണ്. പടച്ചവനെ, ഞാൻ പാപം ചെയ്തു പോയെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വീടിന്റെ അകത്ത് കിടന്ന് കരയുമ്പോ വാപ്പ ഒരുപാട് സമാധാനിപ്പിച്ചു. പക്ഷേ അംഗീകരിക്കുന്നില്ല. അവസാനം പറഞ്ഞു, വാപ്പാ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളോട് പോയി മസല ചോദിക്ക്, ഉമർ തങ്ങളോട് പോയി മസല ചോദിക്ക്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം തന്റെ പൊന്നുമകന് മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടപ്പോ അതുപോലെ കിടന്ന് നിലവിളിക്കുകയാണ്. തന്റെ പൊന്നാര മകൻ നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു പോകുമെന്ന് ഭയന്നുകൊണ്ട് ആ പിതാവ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നിട്ട് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന് പുറത്തു കൊടുക്കട്ടെ, അവന്റെ കയ്യിലെ തെറ്റില്ലല്ലോ. അല്ലാഹുവേ, പിതാവിന് വല്ലാത്ത സന്തോഷമായി. പടച്ചവരെ, വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ കണ്ടവരുടെ കൂടെ കിടന്ന് വ്യഭിചരിച്ചിട്ട് ഒരു നാണമില്ലാതെ, മനസ്സിന്റെ ഉള്ളിൽ ഒരു ഭയമില്ലാതെ, എടാ വീട്ടിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെങ്ങള്, ഒരല്പ സുഖത്തിന് വേണ്ടി സർവ്വതും മറക്കുന്ന പെങ്ങള്, ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ആ പിതാവ് നടന്നു വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? തന്റെ പൊന്നാര മകൻ നെഞ്ചുപൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാ. എന്തിനാടാ മരിച്ചത്? പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴിയില് ഒരു പെണ്ണിങ്ങോട്ട് കയറി വന്ന് ശരീരത്തിൽ പിടിച്ചു പോയതിന്റെ പേരില് അല്ലാഹ് എന്നെ നരകത്തിലിടുമോ? ഞാൻ നരകത്തിന്റെ അവകാശിയാണോ? ഞാൻ എങ്ങനെ വ്യഭിചാരിയെ പോലെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കും? അല്ലാഹുവിന്റെ സ്വർഗ്ഗം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തിട്ട് കരഞ്ഞ് 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 മരിച്ചു കിടക്കുകയാ. ഈ ചെറുപ്പക്കാരന്റെ ജനാസയാണ് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ ഉമർ തങ്ങൾ പറയുകയാ, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ, നിനക്ക് രണ്ട് സ്വർഗമുണ്ടടാ. എന്തിന്റെ പേരിലെന്നറിയുമോ? പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോ, അവസരം കിട്ടിയപ്പോ, അതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോ അല്ലാഹു പറയുകയാ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയത്ത് എന്നെ പേടിച്ചുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞാൽ മഖാമ റബ്ബിഹി ജന്നതാൻ. നിസ്കരിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമേ ഉള്ളൂ, സദഖ കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ. പക്ഷെ അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ ഭയന്നുകൊണ്ട് പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ അവന് ഞാൻ രണ്ട് സ്വർഗം തരാ. രണ്ട് സ്വർഗമാ അല്ലാഹ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹു
അല്ലാഹുവിനെ ഭയക്കമടാ, അല്ലാഹനെ ഭയന്ന് ജീവിക്ക്. നീ നിന്റെ ശരീരത്തെ സൂക്ഷിക്ക്, നീ നിന്റെ ഗുഹ്യഭാഗത്തെ സൂക്ഷിക്ക്, നീ നിന്റെ കണ്ണുകളെ സൂക്ഷിക്ക്. കണ്ണുകളെ സൂക്ഷിക്കാത്ത കാലവാ. സ്വർഗം വേണോ? സ്വർഗം വേണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ കണ്ണുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, തെറ്റ് ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല, തെറ്റ് ചെയ്യാൻ ആർക്കും ഒരു മടിയുമില്ല. ഇന്ന് തെറ്റാണെന്ന് പോലും നമ്മളിൽ പലരും പല കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല. അല്ലാഹു നമുക്ക് ഈ തരുമാറാകട്ടെ. ഇന്ന് ഇതൊക്കെ പാപമാ, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നവനെ നാണം കെടുത്തുന്ന കാലം. ഇത് ഏതെങ്കിലും ഉസ്താദന്മാര് പള്ളിയിൽ കയറി നിന്നിട്ട് പറയും, നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ കാണരുത്, അന്യ കാണുന്നത് ഹറാമ, അന്യ പെണ്ണിനെ കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത്, അന്യ പുരുഷന്റെ ശരീരം കാണുന്നത് പാപമാ, ഇതിലൂടെ നീ നരകത്തിൽ പോകും. ആരെങ്കിലും പാപമാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്നത് പരിശുദ്ധമായ ദീൻ പറയുന്നു, എടാ, ഒരു അന്യ പെണ്ണും മരിച്ചു പോയാൽ അവളുടെ മയ്യത്ത് കാണാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച നിയമമാ. ഒരു പെണ്ണും മരിച്ചാൽ ഒരു അന്യ പുരുഷൻ ആ പെണ്ണിന്റെ മയ്യത്ത് കാണരുത്. ഒരു അന്യ പുരുഷൻ മരിച്ചാൽ ആ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കാണാൻ പാടില്ല. ഇതാ ദീൻ. സലാം പറയാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ നിയമം നിങ്ങൾ നോക്ക്. ഒരു പെണ്ണ് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ടോ? ഒരു അന്യ പുരുഷൻ ഒരു പെണ്ണിനോട് സലാം പറയാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ നിയമം എടുത്തു നോക്ക്. വ്യഭിചരിക്കുന്നതും ബാക്കിയൊക്കെ പോകട്ടെ, ഒരു സലാം എന്ന് പറഞ്ഞാൽ തന്നെ ദുആയ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരു സലാം പറയാൻ പാടില്ലല്ലോ. ഒരു പെണ്ണ് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിന് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറയാൻ പാടില്ലല്ലോ. മരിച്ച മയ്യത്ത് കാണാൻ പാടില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോ നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പടച്ചവനെ എന്താപ്പാ TV കാണാൻ പാടില്ല എന്ന് എല്ലാരും പറയുന്നു. എന്നാൽ ആരുടെയെങ്കിലും ഈ സദസ്സിൽ വീട്ടിൽ TV ഇല്ലാത്തവരൊന്ന് കൈപൊക്കിക്കേ. ബാക്കിയുള്ളവരുടെ വീട്ടിൽ ബറക്കത്തിന് വെച്ചിട്ടുണ്ട് 2 എണ്ണം, തലകണ എത്ര, ബെഡിന്റെ എത്രയുള്ള TV. എന്തേപ്പ അതിനകത്ത് കാണുന്നത്? ഇതൊക്കെ പറയുമ്പോ ചോദിക്കും, ഇതൊക്കെ പാവ, ഇയാളെ ഏതറാ പഴഞ്ചൻ, കൊണ്ട് കുഴിച്ചിടറ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഉസ്താദിനെ അല്ലേ? TV കാണാൻ പാടില്ലേ? ഇതിപ്പോ പെണ്ണുങ്ങളുടെ ശരീരം കണ്ടാ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നീ കണ്ടോ. ഇതൊക്കെ ഒരു പാപമായിട്ട് നമ്മൾ അംഗീകരിക്കണില്ല. ഇത് പാവമല്ലല്ലോ. അതുകൊണ്ടല്ലേ നീ വീട്ടിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഹാജിയാരുടെ വീട്ടിലുണ്ട്, ഹജ്ജ് ചെയ്തവന്റെ വീട്ടിലുണ്ട്, നിസ്കരിക്കുന്നവന്റെ വീട്ടിലുണ്ട്. അല്ലാഹുവേ 24 മണിക്കൂർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ അടിച്ചോണ്ട് നടക്ക ഉമ്മ. വീട്ടിൽ മഗ്‌രിബ് കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ ഇരുന്ന് അടിക്കണം. TV വെച്ചിട്ട് അല്ലാഹ് അരനിക്കറിട്ടുണ്ട് ആടുക, കണ്ടോണ്ടിരിക്കുക. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, കാണണം. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലെ പോയത് കാണുന്നെന്തെന്നറിയോ? ഒരു മുണ്ടുടുക്കലുണ്ട്. പടച്ചനത് വല്ലാത്ത ഉടുപ്പാട്ടാ. അടി കിടക്കണ കമ്പനി വരെ വെളിയിൽ കാണുന്ന രീതിയിൽ മുണ്ടും മടക്കി എടുത്തണ വാപ്പാമാര്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ കാണാൻ ഇങ്ങനെ ഒരു ഉടുത്തെടുത്തിട്ട് ഇങ്ങനെ പോവാ. അല്ലാഹു അഅലം. ഇതൊക്കെ പാപമാണോ എന്നല്ലേ ചോദിക്കുന്നേ? എങ്കിലും നിനക്കറിയുവോ ഹറാമ് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ട് നിനക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് അറിയോ വാപ്പാ? എന്റെ ഉമ്മ, നീയൊക്കെ 50 കൊല്ലം 40 കൊല്ലം അല്ലാഹനെ പേടിച്ച് ജീവിച്ച് മരിക്കാൻ സമയമായപ്പോ സീരിയലിന്റെ മുന്നിൽ ഇരുന്നിട്ട് നരകം വാങ്ങുന്നവളല്ലേ നീ? 50 കൊല്ലം അല്ലാഹനെ പേടിച്ച് ജീവിച്ച് തീരാറായപ്പോ TVയുടെ ഫണ്ടി. മോനൊരു വലിയ വീടും വാങ്ങിച്ചു വെച്ചു, വലിയൊരു TVയും വെച്ചിട്ട് പറയാ, ഇവിടെ ഇരുന്നോണം, എങ്ങോട്ട് പോണ്ട, ഇവിടെ ഇരുന്നോ കണ്ടോണ്ട്. അല്ലാഹ് തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ ഉള്ളത് പറഞ്ഞപ്പോ സഹിക്കണില്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ ചരിത്രം പറയാം. ഇരുന്ന് സീൻ കാണുന്ന വാപ്പന്മാരൊക്കെ കേട്ടോ, ഇരുന്ന് അന്യ പെണ്ണിന്റെ ശരീരം കാണുന്ന, അന്യ പുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന എല്ലാ വാപ്പായും ഉമ്മായും കേട്ടോ. ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്ക്, ഇത് പാപമാണോ അല്ലേ? ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മത്താഫിലൂടെ ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. നോക്കുമ്പോ കാണുന്ന രംഗം എന്തെന്നറിയുമോ? കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുമ്പോ ഈ മഹാൻ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് ചോദിച്ചു, മോനെ, നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ, എന്താണ് നിന്റെ ജ്യേഷ്ഠന്മാർക്ക് സംഭവിച്ചത്? അവരെ പോലെ ആക്കല്ലേ എന്ന് ദുആ ചെയ്യുന്നല്ലോ, എന്താണ് സംഭവം എന്നോടൊന്ന് പറഞ്ഞു തരുമോ? പൊട്ടിക്കര
പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ 1ാമത്തെ ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. പടച്ചവനെ, 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാ. 1ഉം 2ഉം വർഷമല്ല, 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചിരുന്നത്. അല്ലാഹുവേ, അവസാനം അവിടെ നിന്ന് മരണസമയം അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവരുന്നതിന് വേണ്ടി എന്നോട് പറയുകയാണ്. ഞാൻ കരുതി ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാനേ. ഞാനതാ ഖുർആൻ എടുത്ത് കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോ എനിക്കതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് കീറിക്കളയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് വലിച്ചു കീറുകയാണ്. എന്നിട്ട് റബ്ബേ, ഈമാനില്ലാതെ മരിച്ചുപോയി. എന്റെ സഹോദരന്റെ അവസാനം മോശമായിരുന്നു, ഈമാനില്ലാത്ത മരണമായിരുന്നു. എന്റെ 2ാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. എന്റെ 2ാമത്തെ സഹോദരന്റെയും അവസാനം മോശമായിരുന്നു തങ്ങളെ. ഇപ്പോ അതേ പള്ളിയിലാ ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാഹുവേ, എനിക്കും പേടിയാ. അതുകൊണ്ടാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതല്ലാ, ഈമാനുള്ള മരണം തരണേ അല്ലാ. അവിടെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ സഹോദരങ്ങൾ കള്ള് കുടിക്കുന്നവരായിരുന്നു, അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവര് നിസ്കരിക്കുന്നവരായിരുന്നു, അവര് ഖുർആൻ ഓതുന്നവരായിരുന്നു, അവര് ദിക്റുകൾ പറയുന്നവരായിരുന്നു, അവര് സദഖകൾ കൊടുക്കുന്നവരായിരുന്നു, അവർ അല്ലാഹുവിനെ ഭയന്ന് നടന്നവരായിരുന്നു, അവര് ജീവിതത്തിൽ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാ. പക്ഷേ എന്റെ 2 സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുസ്വഭാവമുണ്ടായിരുന്നു. ഒരു ദുസ്വഭാവം, ഒരു മോശമായ സ്വഭാവം എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്നു. വാപ്പാ, നിനക്കുള്ള സ്വഭാവമാ. പെങ്ങളെ, ആ പറയുന്ന ഒരു ദുസ്വഭാവം നിനക്കുമുണ്ടല്ലോ. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്ന ദുസ്വഭാവം എന്തെന്നറിയുമോ? വഹുമാ യൻദുറാനി ഔറാദുൻ നിസാ, അതാ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എന്റെ സഹോദരങ്ങളുടെ അവസാനം മോശമായി പോയത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ മതാഫിന്റെ സൈഡിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നിസ്കാരത്തടമ്പുള്ള വാപ്പാ, അതാ താടിയുള്ള ഉപ്പാ, കയ്യിലെ തസ്ബീഹും പിടിച്ച് നടക്കുന്ന പെങ്ങള്, ആഗ്രഹമില്ലേ പൊന്നുമോള് ഈ ഹറാമുകൾ ഇങ്ങനെ കാണുമ്പോ അന്യപുരുഷന്മാരുടെ ഔറത്ത് കണ്ട് ആസ്വദിക്കുന്ന ഉമ്മ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുകൊണ്ട് സുഖിക്കുന്ന ചെറുപ്പക്കാരാ, ആഗ്രഹമില്ലേടാ, മോഹമില്ലേടാ? അതാ മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് കിടന്നു വന്ന് അവസാനം നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് അല്ലാഹു തന്നെ നാവ് കൊണ്ട് നിനക്ക് പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
പറയാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പറയാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ കടന്നു വരുമ്പോ ആ മരണത്തിന്റെ അവസാന സമയത്ത് ശഹാദത്ത് കലിമ പറയാ കഴിയുമെന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, മലക്കുകൾ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോ ആ സ്വർഗം നിനക്ക് കാണാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഹറാം കണ്ടുകൊണ്ട് കാണാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ, ആ പടച്ച റബ്ബിനെ നാളെ സ്വർഗത്തിൽ ചെന്നിട്ട് അല്ലാഹുവിനെ കാണാ, അല്ലാഹു സലാം പറയുമ്പോ അല്ലാഹനെ കണ്ടുകൊണ്ട് മടക്കാ നിനക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗം കാണുന്നത് പോയിട്ട്, ആ സ്വർഗം ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. അതൊന്ന് ശ്വസിക്കാ നിനക്കർഹതയുണ്ടോ വാപ്പാ? കഴിയുമെന്ന് തോന്നുന്നോടാ ചെറുപ്പക്കാരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. നമ്മളൊക്കെ മനുഷ്യരാ, മലക്കുകളല്ല. മനുഷ്യന്മാരാണ്, പാപം ചെയ്യാത്ത ഒരാളുമില്ല. പക്ഷേ ചെയ്തു പോയ പാപങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവൻ നല്ലവനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചെയ്തു പോയ പാപങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞോ. ഇനി തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഇന്നി അഖാഫുല്ലാഹ്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അതാ ഒരുങ്ങിയിരുന്നിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് യാചിക്കുമ്പോ യൂസുഫ് നബി പറഞ്ഞ മറുപടി ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹനെ പേടിയാ. എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രാജാവിന്റെ പൊന്നാരമകള് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് ഉടുതുണി ഉരിഞ്ഞിട്ട് തന്റെ ശരീരം കാണിച്ചിട്ട് എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ, ഈ 4 ചുമലുകൾക്കുള്ളിൽ കിടന്ന് എന്ത് ചെയ്താൽ ഒരാളും അറിയില്ലല്ലോ എന്നവിടെ കിടന്ന് യാചിച്ചപ്പോ യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാ പറഞ്ഞു കൊടുത്തത്, ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുമല്ലോ. ഇന്നി അഖാഫുല്ലാഹ്, യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരന് ഒരു സാഹചര്യം ഒരുക്കിയിട്ട് ആരും കാണാതെ സുന്ദരിയായ പെണ്ണിന്റെ വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് വീടും പരിസരവും മുഴുവനും അതാ ബന്ധിച്ചിട്ട് അവസാനം സുന്ദരിയായ പെണ്ണിന്റെ 2 കാലുകളുടെ തുടയികടയിലേക്ക്, തന്റെ 2 കാലുകൾക്കിടയിലേക്ക് ആ ചെറുപ്പക്കാരൻ വ്യഭിചരിക്കാൻ കയറിയിരുന്നപ്പോ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞില്ലേ, മരിക്കണ്ടേടാ, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹനെ പേടിയാ. നാളെ പടച്ചവനോട് നിനക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ, മരിച്ചു പോകണ്ടേ എന്ന് ചോദിച്ച പെണ്ണുങ്ങളെ പോലെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാപങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും, തെറ്റുകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. ശരീരം പറയും ചെയ്യ് ചെയ്യ് ചെയ്യ്, ഇല്ല. സുന്ദരികളായ പെണ്ണുങ്ങൾ ശരീരം തുറന്നു കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ മോഹമൊന്ന് സാധിച്ചതാ, പറഞ്ഞു ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹനെ പേടിയാ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അല്ലാഹനെ പേടിയാ. നാളെ അല്ലാഹുടെ മുന്നിൽ പോയി നിൽക്കാൻ വയ്യ, വ്യഭിചാരിയെ പോലെ നരകത്തിന്റെ അവകാശിയെ പോലെ പോയി നിൽക്കാൻ വയ്യ. സ്വർഗം വേണം. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും പറയുന്ന ഒരു പരാതി, ഉസ്താദെ നന്നാകണമെന്നുണ്ട്, പറ്റുന്നില്ല. അതൊരു എളുപ്പ വഴിയാ.
എല്ലാവരും പറയുന്നു നന്നാകണമെന്നുണ്ട്, പറ്റുന്നില്ല. നിങ്ങൾക്ക് നന്നാകണോ? ഈ പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ സീരിയൽ കാണണ്ട എന്ന് വിചാരിച്ചാലും കണ്ടുപോകുന്നു. എന്തെങ്കിലും മരുന്നുണ്ടോ? മരുന്നുണ്ട്. നിങ്ങൾക്കിടെ കള്ളുകുടി മാറ്റാൻ, ഏതു മനുഷ്യന്റെയും മോശമായ സ്വഭാവങ്ങൾ മാറ്റാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൻ തറക്കലില്ലാഹി മഅസിയത്തൻ സബ്അ മറ, ഏതെങ്കിലും ഒരു പാപം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ 7 പ്രാവശ്യം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നീ പിന്തിരിഞ്ഞാ മതി. കള്ളു കുടിക്കാൻ സമയം കിട്ടുമ്പോൾ ഒരു 7 പ്രാവശ്യം അല്ലാഹ് ഇത് കുടിക്കരുത്, ഇത് പാവമാ, ഇത് അല്ല ഇഷ്ടപ്പെടാത്ത കാര്യമാ, ഇത് ചെയ്താൽ ഞാൻ നരകത്തിൽ പോകും, എൻ്റെ സ്വർഗം നഷ്ടപ്പെടും, ഇങ്ങനെ 7 പ്രാവശ്യം. സീരിയൽ കാണാൻ സമയമായി, ടിവിയുടെ ഫ്രണ്ടിൽ പോയിരിക്കാൻ സമയമായി, 7 പ്രാവശ്യം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നീ ആ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ അള്ളാഹു ആ തെറ്റുകൊണ്ട് പരീക്ഷിക്കില്ല എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 7 പ്രാവശ്യം ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ 8ാമത് അള്ളാഹു ഒരു സൗകര്യം നിനക്ക് തരില്ല. അള്ളാഹു ആ പാപം ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു നിനക്ക് ഒരുക്കി തരില്ല എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സ്വർഗം വേണോ? വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിന്റെ ശരീരം, നിന്റെ മോഹം, നിന്റെ ആഗ്രഹങ്ങൾ ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്ക്, നിനക്ക് അള്ളാഹു സ്വർഗം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവരും എന്താ ഇപ്പോൾ വാച്ച് നോക്കണേ? 11 മണി ആയതുകൊണ്ടാണോ? ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു, ചിലരൊക്കെ എഴുന്നേറ്റ് പോകുന്നു. സമയം ആയതുകൊണ്ടാകുമെന്ന് കരുതുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ എന്താ ഇതൊക്കെ എടുത്ത് അതവിടെ ഇരിക്കട്ടെ അപ്പാ, ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഈ കസേരയൊക്കെ ഒന്ന് എടുത്ത് അടുത്തേക്ക് വന്ന് ഇൻഷാ അല്ലാഹ്. കസേര എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി, പോകേണ്ടവരൊക്കെ ഇറങ്ങി പോകട്ടെ, അല്ലാത്തവരൊക്കെ നിങ്ങൾ കസേര എടുത്തുകൊണ്ട് വാ ഇൻഷാ അല്ലാഹ്. 2, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. പെട്ടെന്ന് ഇറങ്ങി വാ ഇൻഷാ അല്ലാഹ്. അരമണിക്കൂറും കൂടെ ഉള്ളൂ, പെട്ടെന്ന് ഇറങ്ങിക്കോ. ഈ ക്യാമറമാൻ്റെ നേരെ വന്നങ്ങ് ഇരുന്നു ഇൻഷാ അല്ലാഹ്. സഹോദരിമാരൊക്കെ ഇവിടെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാം ഞാൻ വായിച്ചോളാം, ഇവിടെ വെച്ചേരാം ഇൻഷാ അല്ലാഹ്. ഇറങ്ങിക്കോ എല്ലാവരൊക്കെ. അൽഹംദുലില്ലാഹ് പോണ്ട ആ ചങ്ങായിമാരെ കയറിക്കോ, ഇറങ്ങി ബിസ്മില്ലാ. 2 സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ 7 പ്രാവശ്യം, അത് സിനിമ കാണലാണെങ്കിലും സീരിയൽ കാണലാണെങ്കിലും മെസ്സേജ് എഴുതുമ്പോഴാണെങ്കിലും കാമുകി വിളിക്കുമ്പോഴാണെങ്കിലും എന്ത് പാപം ചെയ്യാൻ അവസരം 7 പ്രാവശ്യം ഞാൻ ചെയ്യില്ല അല്ലാ, ഇത് പാപമാ അല്ലാ എന്ന് 7 പ്രാവശ്യം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ പാപത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞ 8ാമത് നീ ചെയ്യൂല. 8ാമത് നിന്റെ കാമുകി 7 പ്രാവശ്യം നിന്നോട് നഗ്നചിത്രം ഇട്ടിട്ടുണ്ടടാ, നോക്കടാ, വിളിയടാ, നോക്കൂല. 7 പ്രാവശ്യം നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞ 8ാമത് അവള് വിളിക്കൂല, അവളുടെ മനസ്സ് മാറും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. പരിശ്രമിച്ചു നോക്ക്, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇനി രക്ഷപ്പെടാൻ അതും പറ്റുന്നില്ലേ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഒന്ന് നന്നാകണം, വല്ല വഴിയും പറഞ്ഞതാ. നന്നാകണം എന്ന് പറഞ്ഞാൽ മുതുകുടിയനായിരുന്നില്ല സഹാബി, 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്ന് നടക്കുന്ന സഹാബിയ. എങ്കിലും കുറച്ചുകൂടെ ഒന്ന് നന്നാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പള്ളിപ്പറമ്പിൽ പോകാനാ പറഞ്ഞേ. നന്നാകണമെന്നാഗ്രഹണ്ട. കള്ളു കുടിക്കുന്ന നിനക്ക് നന്നാകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ പോയി ഒറ്റയ്ക്ക് ഒരു 10 മിനിറ്റ് നിൽക്ക്. നിന്റെയൊക്കെ സർവ്വ കൊഴുപ്പം അങ്ങ് പോകും, സർവ്വ അഹങ്കാരം അങ്ങ് പോകും. ആ പള്ളിക്കാട്ടിൽ പോയിട്ട് നട്ടുച്ചയ്ക്ക് പോകണ്ട, ആ സമയത്ത് പോകാൻ പാടില്ല എന്നല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കിട്ടുമ്പോ പള്ളിപ്പറമ്പിൽ പോയിട്ട് ഇങ്ങനെ നോക്കണം. അബൂബക്കർ 1985, വയസ്സ് 60.
ഇങ്ങോട്ട് നോക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് 30, ഇങ്ങോട്ട് നോക്കുമ്പോൾ 25, അങ്ങോട്ട് നോക്കുമ്പോൾ 6 വയസ്സ്, ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വയസ്സുകൾ പല പള്ളിക്കാട്ടിലും. അള്ളാഹുവേ, ഇങ്ങനെ നോക്കി നോക്കി അവിടെ കുറച്ചു നേരം നിന്നാ മതി, നിന്റെ സർവ്വ അഹങ്കാരവും തീരും, നീ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും പറ്റണില്ലേ? പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് നിനക്ക് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, മരണ വീട്ടിൽ പോകുമ്പോൾ ആ മയ്യത്ത് കുളിപ്പിക്കണ റൂമിലോട്ടൊന്ന് കടന്നു പോകണം. നിനക്ക് എന്നിട്ടും നന്നാകാൻ പറ്റുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് പോരാ പോരാ പോരാ, ഇതൊന്നും പറ്റണില്ല ഉസ്താദേ, ഇതൊന്നും പറ്റണില്ല. എടാ, ആരെങ്കിലൊക്കെ മരിക്കുമ്പോ നീ മരിച്ച വീട്ടിൽ പോയിട്ട് ചോദിക്കണം, എവിടെയാ മയ്യത്ത് കുളിപ്പിക്കണേ? അതുകൊണ്ട് ആ ടാർപ്പ ഇട്ടിരിക്കണ സ്ഥലത്താ. അകത്തോട്ട് കയറിപ്പോയി നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കണം. അബൂബക്കർ കിടക്കണ കിടപ്പ് നിനക്ക് കാണാം. അങ്ങോട്ട് തട്ടിയാൽ അങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തട്ടിയാൽ എങ്ങനെ നടന്നവനാ മോനെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി നിക്കടാ, നീ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്നാമത്തെ വഴി, നിന്റെ ശരീരം പാപങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് നീ തടഞ്ഞുകൊള്ളണം. നിന്റെ ശരീരം തെറ്റുകൾ ചെയ്യുന്നതിനെ തൊട്ട് നീ തടയണം, അള്ളാഹിനോട് ദുആ ചെയ്യണം. അതിനുള്ള എളുപ്പവഴി, നന്നാകാൻ ഒരുപാട് വഴികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, നബിയെ, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്നവൻ കള്ളനാ നബിയെ. ആ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് ഇറങ്ങി പോകുന്നവൻ മോഷണം നടത്തുന്നവനാ നബിയെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ? ഇപ്പോഴത്തെ പള്ളിയിലുണ്ട്, വെള്ളിയാഴ്ച ജുമാഅയ്ക്ക് പള്ളി വരും. ജുമാ നിസ്കാരം, അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാഖീൻ വഈദുൽ മുഅ്മിനീൻ. ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഇറങ്ങി പോകുമ്പോൾ ഉസ്താദ് ഇങ്ങനെ ദുആയ ഹജ്ജും ഉംറയും ചെയ്ത് പാപം പൊറുക്കണേ അല്ലാ. ജുമാഅക്ക് നിസ്കരിച്ചിട്ട് അവസാനം ആമീൻ ആമീൻ പറഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ നോക്കും, കാലിന് പരുവുള്ള ചെരുപ്പ് ഏതാ ഉള്ളതെന്ന് കയറ്റി ഭാഗത്തോട്ട്. ആലോചിച്ചോക്ക് സഹോദര, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആ ചെറുപ്പക്കാരനെ വിട്ടേക്കാൻ. കാരണം എന്തേ? നിസ്കരിക്കുന്നുണ്ടല്ലോ, നിസ്കാരം അവനെ നന്നാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന സഹാബിയെ നോക്കിയിട്ടാ പറഞ്ഞ നബി, അവൻ മോഷണം നടത്തുന്ന സ്വഭാവമുണ്ട്, മോഷണം നടത്തുന്നവനാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിട്ടേരെ. കാരണം എന്തെന്നറിയോ? അവൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, ആ നിസ്കാരം അവനെ നന്നാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 35 കൊല്ലം കൊണ്ട് ഞാനും നിസ്കരിക്കുന്നുണ്ട്, ഇന്ന് വരെ നന്നായിട്ടില്ല. നിങ്ങളും നിസ്കരിക്കുന്നുണ്ട്. 10, 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം കൊണ്ട് നിസ്കരിക്കണം. വാപ്പ, നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കുക, നീ നന്നായോ? അപ്പൊ നിന്റെ നിസ്കാരം നേരെയാകാത്തത് കൊണ്ടല്ലേ നന്നാകാത്ത. നമ്മള് പള്ളി വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഏറ്റവും പരാതി, ഇവിടെ ഉണ്ടോന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെരുപ്പ് തിരയുന്ന കാണാൻ. ജുമാ കഴിയുമ്പോൾ ഒരു വിഭാഗം നമ്മൾ വിചാരിക്കും പിരിവുകാരായിരിക്കും, ചെരുപ്പ് തിരയുക. നമ്മുടെയൊക്കെ അമാനത്തും വിശ്വാസതയും നിങ്ങളും ചിന്തിച്ചു നോക്കിക്കേ. പള്ളിയുടെ ബാത്റൂമിൽ പോയിട്ടുണ്ടാ? നമ്മുടെ പള്ളിയുടെ ബാത്റൂമുകളിൽ പോയിട്ടുണ്ടാ? പള്ളിയിലെ ബാത്റൂമിന്റെ മുന്നിൽ ചെരുപ്പിട്ടിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ മുഖഭാഗം മൂക്ക് വെട്ടിയിട്ടിരിക്കുക. ചെരുപ്പിന്റെ മൂക്ക് ഇതിന് അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. പള്ളിയിലെ മൂത്രപ്പരയിൽ വെച്ചിരിക്കുന്ന കപ്പ് ചങ്ങലയ്ക്ക് പകരം കയറിട്ട് കെട്ടി വെച്ചിരിക്കുക. ചങ്ങല ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്തിന്? അതെടുത്തോണ്ട് പോകാതിരിക്കാൻ. ഇതാ നമ്മുടെയൊക്കെ സ്വഭാവം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അവനവൻ്റെ ശരീരം, അവനവൻ്റെ നഫ്സ് സൂക്ഷിക്ക്. ശരീരം പറയുന്നത് നമ്മൾ കേൾക്കരുത്. ശരീരം പറയുന്നത് നമ്മൾ കേൾക്കരുത്. കേട്ടാ പോയി. കാരണം നമ്മളാണ് ശരീരത്തിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു കൊണ്ട് നടക്കുക. ഇവനെ അങ്ങോട്ട് നന്നാക്കിയിട്. ആദ്യം നന്നാക്കേണ്ടത് സ്വന്തം ശരീരത്തെ, സ്വന്തം നഫ്സിനെ. ശരീരം പറയുന്നത് കേൾക്കരുത്. ശരീരം പറയുന്നത് ഒരിക്കലും കേൾക്കരുത്. ആ ശരീരം നമ്മൾ പറയുന്നത് കേൾക്കണം. ആ അവസ്ഥ വന്നാൽ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. 2 ഒരെണ്ണം കൂടെ കേട്ടൂടെ? ഒരെണ്ണം കൂടെ കേൾക്കാനിരിക്കൂടെ? പറയണോന്ന് ആഗ്രഹമുള്ളവരുന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കൂലേ? ചിരിക്കണേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. അള്ളാഹു ബർക്കത്തിക്കുമാറാകട്ടെ. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പേടിപ്പിക്കണില്ല. ഇവർക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ലല്ലോ, പാവങ്ങൾ. അവർക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ലക്ഷങ്ങളൊന്നും വേണമെന്ന് അവർ പറഞ്ഞില്ല. ഉസ്താദേ, എല്ലാം ഒന്ന് സന്തോഷത്തോടെ തീർന്നാൽ മതി, എത്ര തന്നെ. അള്ളാഹുവിന്റെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. 2 ഇതെന്താ ഈ തേനും കണ്ട്? ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞ് ഒരായത്തിൽ കുറിച്ച് ഓതിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. لا بما شاء وسع كرسيه السماوات والأرض ولا يعود حفظهما وهو العلي العظيم.
അള്ളാഹുവെ നീ ഇത് സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങൾ ഓതിയ ഈ ആയത്തുൽ കുർസി നീ സ്വീകരിക്കണേ അല്ലാ. ഈ ആയത്തുൽ കുർസിയുടെ ബർക്കത്ത് കൊണ്ട് ഈ തേൻ ആര് വാങ്ങുന്നോ അള്ളാഹുവെ അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് എല്ലാ പൈശാചിക ഉപദ്രവങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. എല്ലാ ശർറു മുസീബത്തുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. സിഹറും കണ്ണീറും സർവ്വ വിപത്തുകളും സർവ്വ എല്ലാ ദുസ്വഭാവങ്ങൾ അള്ളാഹു ഇങ്ങനെയുള്ള ശർറുകളെ തൊട്ട് അവരെയും അവരുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഇത് വാങ്ങുന്നവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നീ അഭിവൃദ്ധിയും നൽകണേ തമ്പുരാനെ. അപ്പൊ ആയത്തുൽ കുർസി ഓതിയതാണ്, ഒരെണ്ണമല്ല ഈ ഇരിക്കുന്നവർ മുഴുവനും ഓതിയത്. അൽഹംദുലില്ലാ. ഇത് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. 1000 ഒന്നും വേണ്ട, 500 ഒന്നും വേണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവിൻ്റെ പരമാവധി ഉണ്ടെങ്കിൽ ഒരു 313 രൂപ. പൈസ ഇപ്പം കൊടുക്കണ്ട, സമാധാനത്തിൽ കൊടുത്താൽ മതി. ഒരു 101 രൂപ മുതൽ 301 രൂപ 313 രൂപ വരെ ഇൻഷാ അല്ലാ സംഘാടകർ നിങ്ങളുടെ മുന്നിൽ വരുന്നു. ഒരു പേപ്പർ എടുത്തോണം, ഇൻഷാ അല്ലാ കൊണ്ടുവരും. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി അവസാനം ദുആ ചെയ്യും. എന്തേ ഒന്നെടുത്തോപ്പ ഒരു 313 രൂപ നിങ്ങൾ കൊടുത്താൽ മതി. പിന്നീട് അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അയ്യർലാ ബിൽ യസീരി മിനദ് ദുനിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുള്ളവനുണ്ടല്ലോ. നമുക്ക് തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ഇന്ന സമനുൽ ജന്നതി അത്വാഅതി വ തർഖു ദുനിയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള രണ്ടാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തന്നത് കൊണ്ട് തൃപ്തിപ്പെടൂ. നിനക്ക് പരാതിയില്ല, പരിഭവമില്ല. പടച്ചവനെ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമില്ല. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി നിനക്കില്ല. വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി നിനക്കില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, പെണ്ണേ എന്തേ ഉമ്മ നിനക്ക് എത്ര കിട്ടിയാലും തികയാത്തതെന്തേ ഉമ്മ? പടച്ചവനെ ഹറാമാണോ ഹലാലാണോ അതൊന്നും ആരും നോക്കാറില്ല. എങ്ങനെയും കുറച്ച് പണമുണ്ടാക്കണം, എങ്ങനെയും ഒരു വീട് വെക്കണം, എങ്ങനെയെങ്കിലും വലിയ വലിയ നിലയിലെത്തണം. അതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണോ അല്ലയോ ഒരാളും നോക്കാറില്ല. എന്തിനാ ചെറുപ്പക്കാരാ ആവശ്യമില്ലാതെ എളുപ്പ പണക്കാരനാകാനുള്ള എളുപ്പ വഴി എന്തിനാ തിരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? നിനക്ക് ഇന്ത്യയിലെ സമ്പന്നനായ, കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ യൂസുഫ് അലി സാഹിബിനെയല്ലേ നിനക്കറിയൂ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അംബാനിയല്ലേ നിനക്കറിയൂ? അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണടാ? ലോകത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? ഇനിയെങ്കിലും നീ പഠിച്ചു വെക്ക്, ഇനിയെങ്കിലും നീ പഠിച്ചു വെക്ക്. പണമുള്ളവനല്ല, കൊട്ടാരങ്ങളുള്ളവനല്ല, അധികാരമുള്ളവനല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയുമോ? വറദബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളാ ഏറ്റവും വലിയ സമ്പന്നന്മാർ പൈസ ഉള്ളവനല്ല. അംബാനിയെ സംബന്ധിച്ചിടത്തോളം ഓൻ ഇത്തിരി കൂടെ കിട്ടാൻ വേണ്ടിയല്ലേ ഈ പിച്ചച്ചട്ടി കൈയിട്ട് വാരണ കർഷകന്മാരൊക്കെ പോയി കിടക്കണ. എന്തിനാ? അവന് വീണ്ടും ഉണ്ടാക്കണമെന്ന് ആഗ്രഹം. കോടിക്കണക്കിന് രൂപ ഉള്ളവന്റെ വീട്ടിൽ പോയിട്ട് പറയുന്നു, പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാന് ഒന്നുമില്ല, പള്ളിക്ക് ഒന്നുമില്ല, കച്ചവടമൊക്കെ പോയി, ഗൾഫൊക്കെ, കൊറോണ, പടച്ചവനെ ഓന്റെ അലമാരി കെട്ടുകണക്കിന് ഇരിപ്പുണ്ട്. എന്നാൽ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അൽഹംദുലില്ലാ ഇത്രേ ഉള്ളു കേട്ടാ, 500 രൂപ. എടാ, ഏറ്റവും വലിയ സമ്പന്നൻ അല്ലാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നൊരു മനസ്സ് നിനക്കുണ്ടോ? നീയാടാ ഭൂമിയിലെ രാജാവ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. ആ മനസ്സ് നമുക്കുണ്ടോ? ആ മനസ്സ് നമുക്കുണ്ടോ? നമുക്കല്ല. ഓന് 2 വീട് അവൻ അറബി എത്തീങ്കാനയിലാക്കിയിട്ട് കൊണ്ടുവന്നയാടാ. അതാ പറയണേ. നമ്മള് അയൽവാസിയുടെ വീട് നോക്കിയിട്ട് പറയണം അവൻ മൂട്ടിച്ചതാ, അവൻ പിടിച്ചു പറിച്ചതാ, കഞ്ചാബ് കച്ചവടം അവൻ അവിടെ അങ്ങനെ എന്തൊക്കെ പറയണ സഹോദരങ്ങളെ. എടാ, അള്ള തന്നത് കൊണ്ട് തൃപ്തിപ്പെട്. സിറാജിന് എഴുതിയത് സിറാജിനേ കിട്ടൂ. നിങ്ങൾക്ക് കിട്ടുവോ? എനിക്ക് എൻ്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോൾ ഈ നാട് എനിക്കറിയുന്ന നാടാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നാട് മാറ്റുന്നുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾ ആരെയും എനിക്കറിയില്ല. എന്നിട്ടും പത്തനാപുരത്ത് ഇടത്തറ എന്ന് പറയുന്ന കുഗ്രാമത്തി ഷാവുൽ ഹമീദിന്റെ മകനായി ജനിച്ച ഞാൻ ഇന്നിവിടെ വന്നിട്ട് ഈ പാവപ്പെട്ട എന്താ ഇവിടെ ചങ്ങായിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചില്ലേ? എൻ്റെ പേര് അല്ല എഴുതിയത് കൊണ്ടല്ലേ ഞാൻ വന്നേ. എൻ്റെ പേര് അല്ല എഴുതി വെച്ചത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് കഴിച്ചത്. ഇതുപോലെ എവിടെയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പോകും കഴിക്കാൻ. എനിക്ക് കിട്ടേണ്ട പൈസ നിങ്ങൾക്ക് കിട്ടൂലല്ലോ, നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ എനിക്ക് കിട്ടൂലല്ലോ. പിന്നെന്തിനാ സഹോദരങ്ങളെ നമ്മളിങ്ങനെ കാണിക്കണേ? അല്ല നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ല നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഷോർട്ട് കട്ട് വഴികൾ. ഒരു പെണ്ണൊരു എഴുത്ത് തന്നു. ഉസ്താദേ, കുറെ കാലം മുമ്പ് ഒരു ജുവലറി കൊണ്ട് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ കിട്ടണില്ല. അതന്നെ, ഞാൻ ജുവലറി ഒന്നും പറയണില്ല. എളുപ്പത്തിൽ പണം ഉണ്ടാകാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഇടുക. 5 ലക്ഷം 10 ലക്ഷം കൊണ്ടുപോയി ഇട്ടിട്ട് മാസം 5000 10,000. ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് അതിന്റെ മസല ചോദിക്കണം കേട്ടാ. കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ഹാജിയാരാ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത് ബിസിനസിന്റെ ലാഭമാണോ? അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ഒരിക്കലും അല്ല, അതൊരു കണക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കി കൊടുക്കുന്നു, അത്ര തന്നെ. പിന്നെ ചെയിൻ ബിസിനസ് അളിയ, എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, എടാ സിറാജ നല്ലൊരു കച്ചവടമാ, അറിയൊന്നും വേണ്ട, കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാസം കിട്ടും. എനിക്ക് 18,000 കിട്ടി. അല്ല, ഞാൻ എപ്പോഴേ പറഞ്ഞെടാ ചങ്ങാതി, ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. 2 മാസം മുമ്പ് കണ്ടപ്പോൾ പറഞ്ഞു 35,000 പോയെന്ന്. ഇതാ അവസ്ഥ. കൊണ്ടുപോയി നാട് നടുവ് ഇടുക. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമെങ്കിലല്ലേ അത് വില അറിയത്തുള്ളൂ. വീട്ടിലിരുന്നിട്ട് ഹാജിയാക്കന്മാര് പലിശ കച്ചവടം നടത്താം. ഞാനൊരു സ്ഥലത്തിൽ കയറി ഇരുന്നിട്ട് വയത് പറഞ്ഞു. ഒരു സദസ്സിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഫ്രണ്ടിലിരുന്നിട്ട് ഞാൻ പറയുന്നത് ലോട്ടറിയെ കുറിച്ച് ഞാനിങ്ങനെ പ്രസംഗിക്കുക. അപ്പൻ ബിസ്മില്ല ലോട്ടറി എന്ന അയാളുടെ കടയുടെ പേര്. അയാൾ ഇറങ്ങി വന്നിട്ട് പറയാ, ഉസ്താദേ, എന്നിട്ട് നമുക്കിട്ടാ താങ്ങിയത് കുഴപ്പമൊന്നുമില്ല, എങ്കിൽ ഉസ്താദ് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇതിനകത്ത് പെട്ടുപോയതാ. പക്ഷെ ഞാൻ പലിശയ്ക്ക് വാങ്ങുന്നത് ആ ഫ്രണ്ടിലെ സഫിലിരുന്ന ഹാജിയാരുടെ കയ്യിൽ നിന്നാ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഓൻ എന്നോട് പറഞ്ഞെന്ന മറുപടിയാ, ഞാൻ ലോട്ടറി കച്ചവടം നടത്തുന്നവനാ, പക്ഷെ ഞാൻ പലിശയ്ക്ക് എടുക്കുന്ന എവിടെന്നാ? ആ 1ാമത്തെ സഫിൽ നിന്ന ഹാജിയാരുടെ കയ്യിൽ നിന്നാ. ഇതാ അവസ്ഥ. ഹലാലും ഹറാമും ആരും നോക്കണില്ല. പണം മതി എല്ലാത്തിനും. എല്ലാ വഴികളിലൂടെ ഇങ്ങനെ സമ്പാദിക്കാൻ ഓടാ. ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള പരക്കം പാച്ചിലിൽ. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ എന്തേ പെങ്ങളെ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അതൊക്കെ നിന്റെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നേ. അത് നേടാൻ പറ്റിയില്ലെങ്കിൽ നിനക്കെന്തേ? ആ സ്വർഗം നിനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്കെന്ത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറ, ഹലാലും ഹറാമും തിരിച്ചറിയണം. ഹറാമ് തിന്നുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബി വനിതകളുടെ മുന്നിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബി വനിതകളോട് ചോദിച്ചു, സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? സ്വർഗ്ഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ കാണണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചു ഞങ്ങളായിരിക്കും. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പോകുന്ന വിറക് വെട്ടുകാരന്റെ ഭാര്യയുണ്ടല്ലോ, ആ നടന്നു പോകുന്ന വിറക് വെട്ടി ജീവിക്കുന്ന സ്വഹാബിയുടെ ഭാര്യയാണ്. ആ പെണ്ണ് സ്വർഗ്ഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. വിറകുവെട്ടുകാരന്റെ ഭാര്യയെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുകയാണ്. എന്ത് സൽക്കർമ്മമാണ് നീ ചെയ്യുന്നത്? നീ നിസ്കാരവും നോമ്പും ഖുർആനും ദിക്റുകളും അല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടൊരു സൽക്കർമ്മം നീ ചെയ്യാറുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെയേ ഞാനും ചെയ്യുന്നുള്ളൂ. ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഒരിക്കലുമില്ല, റസൂലുള്ളാഹിയാണ് പറഞ്ഞത് നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന്. അവിടെ എന്ത് അമലാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ്
എന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം എന്തെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പ്രിയപ്പെട്ട ഭർത്താവ് ഇറങ്ങി പോകുമ്പോ ഈ പെണ്ണ് കയ്യിൽ കയറി പിടിക്കുകയാണ്. വീടിന്റെ വെളിയിലേക്ക് വിറക് വെട്ടുന്നതിന് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണ് പറയുന്ന മറുപടി എന്താ? ഇക്കാ, വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ പൈസ കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാ, എന്നെയും മക്കളെയും ഹറാമ് തീറ്റിപ്പിക്കല്ലേ. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ പെണ്ണ് ഹറാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ, ഹറാമായ ഭക്ഷണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ നമ്മുടെ ഭാര്യമാര് പറയുന്നത് എന്തെന്നറിയുമോ? ആരെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, വൈകുന്നേര സമയമാകുമ്പോ എന്റെ വയറ് നിറയണം, എനിക്ക് പണം വേണം. അത് പലിശക്കെടുത്തിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ടാകട്ടെ, പിടിച്ചു പറിച്ചതാകട്ടെ, കള്ള് കച്ചവടം നടത്തിയതാകട്ടെ, ഏത് വഴിയിലൂടെ സമ്പാദിച്ചതാണെങ്കിലും പണം മതി, പണം മതി എന്ന് പറയുന്ന പെണ്ണ് എങ്ങനാ മോളെ രക്ഷപ്പെടുക? എങ്ങനാ സ്വർഗത്തിൽ പോകുക? എങ്ങനാ റബ്ബിനെ കണ്ടുമുട്ടുക? എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടണേ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടണേ. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നമ്മൾ പടച്ചവനെ നാട്ടുകാര് വലിയവനാണെന്ന് പറയാ, എന്തെല്ലാം പണികൾ ചെയ്യുന്നവരാണ് എങ്കിൽ അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാ കിട്ടുന്ന ഒരു പ്രതിഫലം പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, എടാ വാപ്പാ, നീ ഇതുപോലെയാകണം, ഈ സ്വഹാബിയെ പോലെ നീയാക്. ഒരു വീട്ടിലെ വാപ്പ എങ്ങനെയാകണമെന്നറിയുമോ? മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം സർവ്വ കാര്യങ്ങളും. പണമുണ്ടാകാനുള്ള എളുപ്പവഴിയെ കുറിച്ച് വാപ്പ മക്കളോട് പറയുകയാ. ഉമ്മ ചെറുപ്പത്തിലെ മക്കളോട് പറയുകയാണ്, നല്ലതുപോലെ പഠിക്കണം, നല്ല ഭാവി ഉണ്ടാകണം, നല്ല ജോലി ഉണ്ടാകണം, നല്ലതുപോലെ സമ്പാദിക്കണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പറയുന്നത് 10 വയസ്സുകാരനോടാ. എന്തൊരാർത്തിയാവുമ്മ, എന്തൊരാർത്തിയാവുമ്മ. മക്കളെ സ്നേഹിക്കാൻ സമയമില്ലല്ലോ. ഒരു ചെറിയ കുട്ടി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്, ഉസ്താദേ എനിക്ക് സമാധാനമില്ല, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് സമാധാനമില്ല. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ വാപ്പയും ഉമ്മയും പഠിക്ക് പഠിക്ക് പഠിക്ക്, 24 മണിക്കൂറും എനിക്ക് സമാധാനം തരുന്നില്ല, നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല, ഖുർആൻ ഓതാൻ അനുവദിക്കുന്നില്ലോ, എന്നെ അവര് വല്ലാതെ പീഡിപ്പിക്കുകയാ. ഉസ്താദ് എന്ന് ദുആ ചെയ്യണേ, ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് ഈമാൻ കൊടുക്കണേ അല്ലാ, ഈമാൻ കൊടുക്കണേ അല്ലാ. കഞ്ചാവ് കച്ചവടം ചെയ്യാൻ നിന്റെ മകൻ പോകാനുള്ള കാരണം നീയാ, നിന്റെ ആർത്തിയാ, നിന്റെ അത്യാഗ്രഹമാ, നിന്റെ പൊന്നാര മക്കളുടെ ഭാവി തൊലച്ച് കളഞ്ഞത്.